ഹായ് എല്ലാവർക്കും ഹലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്. വളരെ ഈസി ആയിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ബിസ്ക്കറ്റും വിപ്പിംഗ് ക്രീമും വെച്ചിട്ട് കുട്ടികൾക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് വിപ്പ് ചെയ്യണം. ഈ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ഒരു പാക്ക് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പം ഫസ്റ്റ് ഇത് ഞാൻ വിപ്പ് ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് വിപ്പ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീം എപ്പോഴും നന്നായിട്ട് തണുത്തിരിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് വിപ്പായി കിട്ടത്തില്ല. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വിപ്പിംഗ് ക്രീം വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. ഷുഗർ അധികം സ്വീറ്റ് ആവശ്യമുണ്ടെങ്കിൽ അധികം ഇടാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റിന് നല്ല സ്വീറ്റ് ആണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി. ഞാനിപ്പം എനിക്ക് കുറവ് മതി, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വിപ്പിംഗ് ക്രീമിനകത്തേക്ക്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ എടുക്കുമ്പം ഇങ്ങനെ താഴോട്ട് പോകാൻ പാടില്ല, നല്ല ഫുൾ സ്റ്റിഫായിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടെ ഇത് മിക്സ് ചെയ്യണം. ഇപ്പം ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിഫായിട്ട് നിൽക്കണം നമ്മൾ വിപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അടുത്തത് ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ്. ചോക്ലേറ്റിൻ്റെ ഏത് ബിസ്ക്കറ്റ് വേണേലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഏതാണെങ്കിലും കുഴപ്പമില്ല. ഷുഗർ അധികം ഉള്ളതാണെങ്കിൽ വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് ഷുഗർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട്. എങ്ങനെ വേണേലും ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൊടിയായി പോകണ്ട, ക്രഷായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്ക് നന്നായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട്. പൗഡറായി പോകരുത്, ഇങ്ങനെ ക്രഷായി മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഡെസേർട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ വിപ്പിംഗ് ക്രീം എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കണം. ഈ ക്രീം ഇങ്ങനെ ഇടുമ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത്. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ചേഞ്ച് ചെയ്യാം. ഇനി ഈ ഒരു ലെയർ ബിസ്ക്കറ്റ് ഇട്ടു, ഒരു ലെയർ വിപ്പിംഗ് ക്രീമും ഇട്ടു. ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സെയിം ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് ഒരു ലെയർ കൂടി ഇടുക. ഒരുപാട് തിക്കായിട്ട് ഇടണ്ട, തിന്നായിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം ഈവൻലി സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. ഇത് ബിസ്ക്കറ്റും വിപ്പിംഗ് ക്രീമും കൂടെ രണ്ട് ലെയർ ഞാൻ ഇട്ടാണ് റെഡിയാക്കി എടുത്തേക്കണേ. എത്ര ലെയർ വേണേലും ആക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. എല്ലാം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡെസേർട്ട്. നമുക്കിപ്പോൾ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ ഈസിയാണ് ഉണ്ടാക്കുക. നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഡിഷുമായി വരുന്നതുവരെ ബൈ.